സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാമിലിയെ പറ്റിയാണ്. ഫാമിലി അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ അമ്മാവനാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഇളയച്ചനാണ്, കൊച്ചച്ഛനാണ്, അല്ലെങ്കിൽ വല്യത്തായാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിനൊക്കെ എന്താണ് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോറിയിലൂടെയാണ്. ശ്രദ്ധിക്കാം, നമുക്ക് എന്താണ് സ്റ്റോറി എന്ന് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, തോമസ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് സെലിൻ. അപ്പോൾ ശ്രദ്ധിക്കുക, തോമസും സെലിനും ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവർക്ക് 3 പിള്ളേരുണ്ട്, ടോം, വിൻസെൻ്റ് ആൻഡ് കാതറിൻ. ടോമും വിൻസെൻറ്റും കാതറിനുമാണ് ഈ 3 പിള്ളേർ. അപ്പോൾ 2 ആൺപിള്ളേരാണ്, ഒന്ന് ടോം ഒന്ന് വിൻസെൻ്റാണ്, പിന്നെ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് കാതറിനാണ്. അപ്പോൾ ഇതാണ് ഫാമിലി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിബ്ലിങ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്? സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെന്നാണ് അതിൻ്റെ അർത്ഥം. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സിബ്ലിങ്ങിൻ്റെ സിബ്ലിങ്സ് ഒന്നിൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ സിബ്ലിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിബ്ലിംഗ് എന്ന് പറയും. അപ്പോൾ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ടോം ഹാസ് 2 സിബ്ലിങ്സ്. ടോമിന് എത്ര സിബ്ലിങ്സ് ഉണ്ട്? 2 സിബ്ലിങ്സ് ഉണ്ട്. ആരൊക്കെയാണത്? ഒന്ന് വിൻസെൻറ്റും ഒന്ന് കാതറിനുമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ടോം ഹാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോം ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഹാസ് ഉപയോഗിച്ചത്. ടോം ഹാസ് 2 സിബ്ലിങ്സ്. ഇപ്പോൾ കാതറിൻ എത്ര സിബ്ലിങ്സ് ഉണ്ട്? കാതറിൻ ഹാസ് 2 സിബ്ലിങ്സ്, അല്ലെങ്കിൽ കാതറിൻ ഓൾസോ ഹാസ് 2 സിബ്ലിങ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? കാതറിനും 2 സിബ്ലിങ്സ് ആണുള്ളത്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക നിങ്ങൾക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ, സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയേണ്ട കാര്യം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സഹോദരനും 3 സഹോദരിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അച്ഛന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫാദറിന് 6 പിള്ളേരാണുള്ളത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് 2 സഹോദരനും 3 സഹോദരിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഹാവ് 5 സിബ്ലിങ്സ്. എന്തുകൊണ്ടാണ് ഐ ഹാവ് ചേർത്തത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്തൊക്കെ നമ്മൾ അതിനുശേഷം ഹാവിനെ പറ്റി ഒരുപാട് സംസാരിച്ചാണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ്. സിംഗിളിൻ്റെ കൂടെ ഹാസ് ഉപയോഗിക്കും, സെയിമാണ്. അപ്പോഴെന്താണ്? ഐ ഹാവ് 5 സിബ്ലിങ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇൻലോ. ഇൻലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം മൂലം ഉണ്ടാകുന്ന ബന്ധുവിനാണ് ഇൻലോ എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യയുടെ ഭർത്താവ്, ഇപ്പോൾ ഭർത്താവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കൾ എൻ്റെ ഇൻലോസ് ആണെന്ന് പറയാം. ഇപ്പോൾ ഭാര്യയ്ക്ക് എന്താ പറയാം? ഇതെൻ്റെ ഇൻലോസ് ആണെന്ന് പറയാം. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻലോ എന്താണെന്നുള്ളത്, ഇനി ഇന്ന് കഴിഞ്ഞൊരു വഴയുണ്ട്, ഒരു ഡാഷ് ഉണ്ട്, അത് ഇംഗ്ലീഷിലുള്ളതാണ്. എങ്ങനെയാണ് അത് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. അതിപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരുപാട് സെർച്ച് ചെയ്താലും മനസ്സിലാകത്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാവും, എന്താണ് ഇതൊക്കെ വേറെ പല ഭാഷകളിൽ നിന്നും ദത്തെടുത്തതാണ്. അതിനെ ഇങ്ങോട്ട് നമ്മൾ എടുത്തതാണ്, ഏത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എടുത്തത്. അതുകൊണ്ടാണ് ചില വരയും. ചിലപ്പോൾ നമ്മളിപ്പോൾ കഫേ എന്ന് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, CCD എന്ന് കേട്ടിട്ടുണ്ട്, കഫേ കോഫി ഡേ. അപ്പോൾ ബാംഗ്ലൂരിൽ ഉണ്ട്, നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. എന്തായാലും അപ്പോൾ ഈ കഫേ കോഫി ഡേ, ഈ കഫേ എന്ന് എഴുതുന്നതിൻ്റെ മുകളിലൊരു വര ഇട്ടിട്ടുണ്ട്, എന്നുള്ളത് അല്ലേ? അതെന്തെങ്ങനെയാണ് വന്നത്? യഥാർത്ഥത്തിലൊരു ഫ്രഞ്ച് പദമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് മറ്റ് ഭാഷകളിൽ നിന്ന് എടുക്കുന്നതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചില വരയും കുത്തുമൊക്കെ ഇടാറുണ്ടോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ തോമസും സെലിനും എന്ത് തീരുമാനിച്ചു? 3 പിള്ളേരെയും കെട്ടിക്കാൻ തീരുമാനിച്ചു, അല്ലേ? കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ടോം ആരുമായിട്ടാണ് കല്യാണം കഴിച്ചത്? മേരിയായിട്ടാണ് കല്യാണം കഴിച്ചത്. ഇനിയിപ്പോൾ വിൻസെൻ്റ് ആരുമായിട്ടാണ്? റീനുമായിട്ടാണ് കല്യാണം കഴിച്ചത്. കാതറിൻ ലിജോയുമായിട്ടാണ് കല്യാണം കഴിച്ചത്. അങ്ങനെയാണ്. അപ്പോഴേ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, തോമസ് മേരിക്ക് ആരാണ്? ടോമിൻ്റെ ഭാര്യയാണ്, അതായത് മകൻ്റെ ഭാര്യയാണ്. അപ്പോൾ മേരി നോക്കുമ്പോൾ തോമസ് ആരാണ്? പിതാവാണ്, അല്ലേ? ഫാദറാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഫാദർ ആയിരുന്നു, നേരത്തെ അല്ലായിരുന്നു, വിവാഹത്തിന് ശേഷമാണ് ഇത്. അപ്പോഴെന്താണ്? ഇൻലോ ആണ്, അല്ലേ? അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫാദർ ഇൻലോ. എന്ത് പറയാൻ പറ്റും? ഫാദർ ഇൻലോ. ഫാദറല്ല, ഫാദർ ഇപ്പോൾ മേരിക്ക് വേറെ ഫാദറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചു? കല്യാണത്തിന് ശേഷം ഫാദറായി. അതാണ് എന്താണ് പറയുന്നത്? ഫാദർ ഇൻലോ. അത് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇപ്പോൾ തോമസിനാണെങ്കിൽ എങ്ങനെയാണ്? മേരി ആരാണ്? മേരി ഡോട്ടർ നേരത്തെ അല്ലായിരുന്നു, ഒരു ഡോട്ടർ ഉള്ളായിരുന്നു, കാതറിനുള്ളായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഡോട്ടറും കൂടെ വന്നു, അല്ലെങ്കിൽ 2 ഡോട്ടേഴ്സ് വന്നു. അപ്പോൾ ഈ മേരിയെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മേരി ഡോട്ടർ ആയി. അപ്പോൾ എന്താണ്? ഡോട്ടർ ഇൻലോ. അപ്പോൾ ശ്രദ്ധിക്കുക, കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിനൊക്കെ നമ്മൾ എന്താണ് വന്ന് ഇൻലോ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കുറേ പേര് വന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ചോദിച്ചു, ഇതൊക്കെ ആരാണ്?
അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാം, ഇതൊക്കെ എൻ്റെ ഇൻലോസ് ആണ്. ഇൻലോസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട്, അപ്പോൾ ഇൻലോസ് ആണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, ഈ കാതറിൻ ആരെ കല്യാണം കഴിച്ചു? ലിജോയെ കല്യാണം കഴിച്ചു. അപ്പോൾ ലിജോ വേറൊരു ഫാമിലിയിൽ നിന്ന് വന്നതാണ് അല്ലേ. അപ്പോൾ ലിജോ എന്തായി? ലിജോ സണ്ണായി മാറി അല്ലേ. അപ്പോൾ എന്തായി? സണ്ണിൻലോ ആയി. തോമസിനും സണ്ണിൻലോ ആണ്, സെലിനും ലിജോ സണ്ണിൻലോ ആണ്, മകനായി മാറി അല്ലേ. അപ്പോൾ ഇൻലോ എന്ന് പറയും, സണ്ണിൻലോ. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ലിജോയ്ക്ക് സെലിൻ ആരാണ്? ലിജോയ്ക്ക് സെലിൻ ആരാണ്? സെലിൻ കല്യാണത്തിന് ശേഷം അമ്മയായി മാറി അല്ലേ. അമ്മയല്ല, ഇതാ അമ്മയായി മാറി. അതിനെന്താണ് പറഞ്ഞത്? മദർ ഇൻ ലോ. അപ്പോൾ തോമസോ? ഫാദർ ഇൻ ലോ. തീർച്ചയായിട്ടും അല്ലേ. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പൊക്കെ വളരെ കുറവാണ്. ഇപ്പോഴും നിങ്ങൾ ഇംഗ്ലീഷ് കൺട്രികളിലേക്കൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവരങ്ങനെ വലിയ ഒത്തിരി റിലേഷൻഷിപ്പൊന്നും അവർക്കില്ല. ഇപ്പോൾ അതല്ലെങ്കിൽ ഒരു അകന്ന ബന്ധുവിനൊന്നും അറിയത്തില്ല. നമുക്ക് എത്ര അകന്ന ബന്ധുവിനാണെന്ന് നമുക്കറിയാം അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? വിൻസെൻറ്റിന് മേരി ആരാണ്? വിൻസെൻറ്റിന് മേരി ടോമിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്. അപ്പോഴെന്താണ്? സഹോദരിയായി മാറി. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? സിസ്റ്റർ ഇൻ ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചോ വിൻസെൻ്റ് ആരാണ്? ബ്രദർ ഇൻ ലോ, ബ്രദറായി മാറി അല്ലേ. അപ്പോൾ ബ്രദർ ഇൻ ലോ എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അളിയനും ബ്രദർ ഇൻ ലോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിൻസെൻറ്റിന് ലിജോ ആരാണ്? പെങ്ങളുടെ ഭർത്താവാണ്. അപ്പോഴെന്തായി? ബ്രദർ ഇൻ ലോ ആയി മാറി. അപ്പോഴും നമുക്ക് അതിനും സെയിം തന്നെയാണ്, ബ്രദർ ഇൻ ലോ എന്നാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് പല റിലേഷൻഷിപ്പിനും ഒരു വാക്കേ ഉള്ളൂ ഇംഗ്ലീഷിൽ. അപ്പോൾ അളിയനും ബ്രദർ ഇൻ ലോ ആണ്, അല്ലെങ്കിൽ എന്താണ് ഭർത്താവിൻ്റെ സഹോദരനും ബ്രദർ ഇൻ ലോ ആണ്. ഇനിയിപ്പോൾ മേരിയും റീനുവും തമ്മിൽ എങ്ങനെയാണ്? സിസ്റ്ററായി മാറി അല്ലേ. അപ്പോഴെന്തായി? സിസ്റ്റർ ഇൻ ലോ. അത് തന്നെ, സിസ്റ്റർ ഇൻ ലോ ആയി. അതുപോലെ തന്നെ റീനുവും ലിജോയും എന്തായി? റീനുവിന് ലിജോ ബ്രദറായി മാറി, അപ്പോൾ ബ്രദർ ഇൻ ലോ ആണ്. അതുപോലെ തന്നെ ലിജോയ്ക്ക് റീനു സിസ്റ്ററായി മാറി, അപ്പോൾ സിസ്റ്റർ ഇൻ ലോ ആണ്. അതുപോലെ തന്നെ റീനുവും കാതറിനും തമ്മിൽ എന്തായി? സിസ്റ്ററായി മാറി അല്ലേ. അപ്പോഴെന്താണ്? സിസ്റ്റർ ഇൻ ലോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക, ഇവർക്കെല്ലാവർക്കും കുട്ടികളുണ്ടായി. ആർക്കൊക്കെ? ഈ പറയുന്ന മക്കൾക്കെല്ലാവർക്കും കുട്ടികളുണ്ടായി. അപ്പോഴെന്താണ്? ഇപ്പോൾ മേരിക്കും ടോമിനും 2 പിള്ളേരാണ് ഉണ്ടായത്. ആരൊക്കെയാണ്? വിക്ടറും സുസ്മിതയും. അതുപോലെ തന്നെ വിൻസെൻറ്റിനും റീനുവിനും സെബാസ്റ്റിനും അന്നയുമാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ കാതറിനും ലിജോയ്ക്കും എയ്തനും മരിയയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് കുട്ടികൾ. ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ്, ഇവരെല്ലാവരും കസിൻസാണ്. ഇതിനെന്താണ് പറയുന്നത്? കസിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഇവരെല്ലാവരും? എന്താണ്? കസിൻസ്. ഇനി ഇപ്പോഴും നമുക്ക് സെബാസ്റ്റ്യന് ടോം ആരാണ്? അച്ഛൻ്റെ സഹോദരനാണ് അല്ലേ, അച്ഛൻ്റെ ചേട്ടനാണ്. അപ്പോഴെന്താണ്? അങ്കിൾ എന്നാണ് പറയുന്നത്, അങ്കിൾ. മേരിയോ? മേരി ആൻഡ് ആണ്, ആൻഡ്. നമ്മൾ ആൻറ്റി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആൻഡ്രൂ എന്നുള്ള പേരിന് ഇംഗ്ലീഷുകാർ ചുരുക്കി പറയുന്ന ആണ് എന്താണ്? ആൻറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻഡ് ആണ് കറക്റ്റ്, ആൻഡ് ആണ്. ആര്? മേരി ആൻഡ് ആണ്. ഇനിയിപ്പോൾ ഈ മേരിക്കും ടോമിനും ഒക്കെ ഈ സെബാസ്റ്റ്യൻ ആരാണ്? നെഫ്യൂ ആണ്. ആൺകുട്ടികൾ, അതായത് ആങ്ങളുടെ പെങ്ങളുടെ മക്കൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നെഫ്യൂ എന്ന് പറയും, പെൺകുട്ടിയാണെങ്കിൽ നീസ് എന്ന് പറയും. ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക, കാതറിനും ഈ സെബാസ്റ്റ്യൻ ആരാണ്? നെഫ്യൂ ആണ്. അന്ന ആരാണ്? നീസാണ്. ലിജോയ്ക്കും സെയിം തന്നെയാണ്. ഇവർക്കെല്ലാവർക്കും ഈ നെഫ്യൂ നീസ് മാത്രമേ ഉള്ളൂ താഴത്തെ ജനറേഷനിൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇപ്പോഴും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഇത് കാലം കുറേ കഴിഞ്ഞു. അപ്പോൾ കാലം കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ തോമസും സെലിനും ഈ പിള്ളേർക്ക്, അതായത് വിക്ടറിനും സുസ്മിതയ്ക്കും സെബാസ്റ്റ്യനും ആനും ഒക്കെ ആരാണ്? ഗ്രാൻഡ് പേരൻസ് ആണ്. ഇപ്പോഴും നമുക്ക് സെലിൻ എന്നാ പറയാൻ പറ്റും? ഗ്രാൻഡ് മദർ എന്ന് പറയാൻ പറ്റും സെലിൻ. തോമസ് ആരാണ്? ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഈ കുട്ടികൾ ആരൊക്കെയാണ്? തോമസിനും സെലിനും ഈ കുട്ടികൾ ആരൊക്കെയാണ്? ഇവരെല്ലാവരും ഗ്രാൻഡ് ചിൽഡ്രൻ ആണ്, ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. പൊതുവേ പറയുകയാണെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ്. ഇനിയിപ്പോഴും നമ്മൾ റിലേറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ക്ലോസ് റിലേറ്റീവ്, വളരെ അടുത്തുള്ള റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ധു എന്നാണ് എൻ്റെ അർത്ഥം. ക്ലോസ് റിലേറ്റീവ്, ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്. ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് അകന്ന ബന്ധു അല്ലേ. ഇനിയിപ്പോൾ സ്റ്റെപ്പ് പേരൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കല്യാണം കഴിച്ചു, അതായത് പേരൻസ് വേറെ കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ വളർത്തച്ഛൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ. അപ്പോൾ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചെങ്കിൽ വന്നിരുന്നയാൾ എന്താണ്? ഫാദറായി മാറും. പക്ഷേ യഥാർത്ഥത്തിൽ ഫാദർ ഉണ്ടാവുന്നത് തന്നെ സ്റ്റെപ്പ് ഫാദർ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ മറ്റൊന്നാണ്, ഇപ്പോഴും ആരെങ്കിലും ഡൈവേഴ്സായി എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് ഒത്തിരി പറയുന്നതാണ് എക്സ് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴവർ കല്യാണം പൊതുവേ കഴിക്കാറില്ല.
പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയാവുന്നത് എന്താണ്? എക്സ്റ്റെൻഡഡ് ഫാമിലിയും ജോയിൻറ്റ് ഫാമിലിയും ഒന്നാണ്. പിന്നെ ഉള്ളതാണ് ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത് ചെറിയൊരു കുടുംബമാണ്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പിള്ളേരും മാത്രമുള്ളതായിരിക്കും. അതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ അമ്മയുടെ എന്ന് പറയുന്നത് നമുക്കെങ്ങനെ, അപ്പോൾ അമ്മയുടെ സഹോദരനാണ്. അപ്പോഴെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അമ്മയുടെ സഹോദരൻ നമുക്ക് അങ്കിളാണ്. പക്ഷേ എങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് പറയാം ഇത് എൻ്റെ അമ്മയുടെ സഹോദരനാണ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നുണ്ട് മെറ്റേണൽ എന്ന് പറയുന്നത്. മെറ്റേണൽ അങ്കിൾ, മെറ്റേണൽ ആൻഡ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനിയിപ്പോഴേ അച്ഛൻ്റെ സൈഡിലുള്ളത്, ഫാദറിൻ്റെ സൈഡിലുള്ളത് നമുക്ക് എന്ത് പറയും? പെറ്റേണൽ എന്ന് നമുക്ക് പറയണം. പെറ്റേണൽ അങ്കിൾ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ അങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദറിൻ്റെ സൈഡിലുള്ളതിനാണ് നമ്മൾ പൊതുവേ അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഡിവോഴ്സ് എന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വിവാഹമോചനം. ഇൻലോസ് എന്താണ് നമ്മൾ പറഞ്ഞു, അതായത് കല്യാണം മൂലമുണ്ടാകുന്ന ബന്ധത്തിനാണ് എന്ത് പറയുന്നത്? ഇൻലോസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറൊന്നാണ് അഡോപ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തെടുത്ത പിള്ളേർക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡോപ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. ഇംഗ്ലീഷിൽ റിലേഷൻഷിപ്പ് വളരെ കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യുക, ഇത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഞാൻ എൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വളരെ വിശദമായിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും പല സംശയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ സംശയത്തിന് മുമ്പ് തീർച്ചയായിട്ടും ആ ലിങ്ക് പരിശോധിക്കുക. ഞാൻ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പാഠം മുതൽ പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.